കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ESI കോർപ്പറേഷൻ ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങൾക്കായി 10 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ESI മെഡിക്കൽ കോളേജുകൾ ഈ വർഷം അനുവദിക്കുകയുണ്ടായി. അതിലനുവദിച്ച ഒരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ കൊല്ലം ആശ്രാമം ESI മെഡിക്കൽ കോളേജാണ് ഈ വർഷം അനുവദിച്ചത്. ആ അനുവദിച്ച ESI മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ESI കോർപ്പറേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകണം. ആ അപേക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കണം. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കൺകറൻസ് മാത്രമാണ്. കാരണം ഞങ്ങളുടെ സംസ്ഥാനത്ത് അത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് ആവശ്യമാണ്, അതിനനുരോധമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, അതുകൊണ്ടൊരു മെഡിക്കൽ കോളേജ് ഗുണകരമാണ്, ആവശ്യമാണ് എന്ന് കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ്, എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൂടി വെച്ചിട്ട് വേണം നാഷണൽ മെഡിക്കൽ കമ്മീഷന് പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ. ആ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി ജനുവരി മാസം 9 ESI കോർപ്പറേഷൻ മെഡിക്കൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനും ESI കോർപ്പറേഷൻ അനുമതി നൽകി. ആ അനുമതി നൽകിയതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവസാന നിമിഷങ്ങളിൽ DMEയെ കൊണ്ടൊരു പരിശോധന നടത്തിച്ച് അവിടെ സ്ഥല സൗകര്യമില്ല, ആവശ്യമായിട്ടുള്ള ഫാക്കൽറ്റി ഇല്ല, അതുകൊണ്ട് ഒരു തരത്തിലും മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിയില്ല എന്ന നിലയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുണ്ടാക്കി. 28 അവസാന ദിവസം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മുമ്പാകെ പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ അവസാന ദിവസം ജനുവരി മാസം 28. അപ്പോൾ ഈ ന്യൂനതകൾ കാണിച്ചുകൊണ്ട് ESI ഡയറക്ടർക്ക് ഗവൺമെൻറ് മറുപടി നൽകിയപ്പോൾ ESIയുടെ ഡയറക്ടർ ജനറൽ ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തു, അഫിഡവിറ്റോട് കൂടിയിട്ടുള്ള ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തു. നിങ്ങൾ ഈ പറയുന്ന പോരായ്മകൾ മുഴുവൻ അടുത്ത ഘട്ടത്തിൽ പരിഹരിച്ചു കൊള്ളാം, എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്, മെഡിക്കൽ കോളേജിന് വേണ്ടി ഡീനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, 6.7 ഏക്കർ ഭൂമി നിലവിലുണ്ട്, 220 ബെഡുള്ള ESI ആശ്രാമം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുണ്ട്, അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉണ്ട്, ക്ലാസ് ആരംഭിക്കാൻ നേരത്ത് ടെമ്പററി സൗകര്യമുള്ള കെട്ടിടം കണ്ടെത്തിക്കൊണ്ട് ആരംഭിക്കാൻ കഴിയും. ആ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഘട്ടം വരുമ്പോൾ, അതുപോലെ അഫിലിയേഷൻ്റെ പരിശോധന വരുമ്പോൾ പൂർത്തീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ESI ഡയറക്ടർ ജനറൽ കൃത്യമായിട്ടുള്ള അണ്ടർടേക്കിംഗ് സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടും അതിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. 28 മുമ്പായി എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ല. തുടർന്ന് ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തീയതി 3 വരെ, ഫെബ്രുവരി മാസം 3 ഇന്നലെ രാത്രി 12 മണി വരെ ഞങ്ങളുടെ ശ്രമഫലമായി ദീർഘിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ കണ്ടു, മെഡിക്കൽ മിനിസ്റ്ററുമായി സംസാരിച്ചു, ലേബർ മിനിസ്റ്ററുമായി സംസാരിച്ചു, അവിടുത്തെ ഹെൽത്ത് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ഒരാഴ്ചയിൽ നിരന്തരമായി ബന്ധപ്പെട്ടു, നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി. എന്തിനേറെ പറയുന്നു, കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മണ്ഡാവിയ നേരിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിളിച്ച് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറിയെ വിളിച്ചു, ഹെൽത്ത് സെക്രട്ടറിയെ വിളിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു. സകല തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതിന് ശേഷവും ഇന്നലെ രാത്രി 7:30 വരെ ഫയലിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ 3 ഫെബ്രുവരി മാസം 3 നാഷണൽ മെഡിക്കൽ കമ്മീഷന് അപേക്ഷ കൊടുക്കുന്നതിനുള്ള മണിക്കൂറുകൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല, ന്യൂനതകൾ പരിഹരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറുപടിയാണ് ESI ഡയറക്ടർ ജനറലിന് ഇന്നലെ രാത്രി 3 രാത്രി 7:30 നൽകിയത്. എന്ന് പറഞ്ഞാൽ ബോധപൂർവമായി മെഡിക്കൽ കോളേജ് ആരംഭിക്കരുത് എന്ന ദുരുദ്ദേശത്തോടു കൂടി സർക്കാർ നടത്തിയ ഒരു പ്രവർത്തനമാണ്. മനസ്സിലാക്കേണ്ടത് 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങളോടുകൂടി കശുവണ്ടി തൊഴിലാളികൾ അടക്കമുള്ള സാധാരണ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ചികിത്സയും പരിരക്ഷയും
ഉറപ്പുവരുത്താൻ കഴിയുന്ന വൻകിട ആശുപത്രി സമുച്ചയവും, അതുപോലെ തന്നെ ഇപ്പോൾ 50 സീറ്റിലെ കുട്ടികൾക്ക് അടുത്ത വർഷം മുതൽ അധ്യയന വർഷം മുതൽ പഠിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ളവ അടുത്ത അധ്യയന വർഷം ആരംഭിക്കാനിരുന്നത് സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചു എന്നുള്ളതാണ് ഫലം. 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ESI മെഡിക്കൽ കോളേജ് എൻ്റെ അഭിപ്രായത്തിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളുടെ എയിംസാണ് ESI മെഡിക്കൽ കോളേജ്. കൊല്ലം ജില്ലയിലെ ആയിരക്കണക്കിന് വരുന്ന കശുവണ്ടി തൊഴിലാളികൾക്ക് ഏറ്റവും മികവുറ്റ ചികിത്സയും മെച്ചപ്പെട്ട പരിചരണവും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയും ഒക്കെ ലഭിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിനെ അട്ടിമറിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയാണ് സംസ്ഥാനത്തെ കശുവണ്ടി തൊഴിലാളികളോട് മറുപടി പറയാൻ കഴിയുക? നിലവിലുള്ള ആശ്രാമം ESI മെഡിക്കൽ കോളേജ് 220 ബെഡുള്ള പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ്. അവിടെ നിലവിലുള്ള RD ഓഫീസ് മാറ്റി മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഡീനെ അപ്പോയിന്റ് ചെയ്തു. അവിടുത്തെ ക്വാർട്ടേഴ്സ് പൊളിച്ചു മാറ്റി കെട്ടിടങ്ങൾ പണിയാനുള്ള നടപടികൾ ആരംഭിച്ചു. എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ച് നാഷണൽ മെഡിക്കൽ കമ്മീഷന് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അനുമതിക്കായി അപേക്ഷ കൊടുക്കണമെങ്കിൽ ആ അപേക്ഷയോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതിൻ്റെ പേരിൽ ഇന്നലെ അവസാന തീയതി എക്സ്റ്റെൻഡ് ചെയ്ത തീയതിയിലും ESI കോർപ്പറേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മുമ്പാകെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ ഒരു വർഷം 50 കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് ഒരു വർഷം വീണ്ടും നഷ്ടപ്പെടുകയാണ്. കൊടും ക്രൂരതയാണ് സംസ്ഥാന സർക്കാർ, മെഡിക്കൽ മന്ത്രി അടക്കം, ആരോഗ്യമന്ത്രി അടക്കം ഈ പാവപ്പെട്ട തൊഴിലാളികളോട് ചെയ്ത കൊടും ക്രൂരതയാണ്. തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ജനുവരി മാസം 9-ാം തീയതിയാണ് ഈ പറയുന്ന എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി ESI കോർപ്പറേഷൻ അനുമതി കൊടുത്തത്. 25-ാം തീയതിയാണ് അതിന്മേൽ മറുപടി തരുന്നത്. ഈ കാര്യം ഡിഫക്റ്റ് കാണിച്ചുകൊണ്ട് മറുപടി തരുന്നത്. 28-ാം തീയതി രാവിലെ തന്നെ ESIയുടെ ഡയറക്ടർ ജനറൽ അണ്ടർടേക്കിംഗ് കൊടുത്തു, അഫിഡവിറ്റ് കൊടുത്തു. അടുത്ത ഘട്ടത്തിൽ NOC കൊടുക്കുന്ന ഘട്ടം വരുമ്പോൾ ഇത് മുഴുവൻ പരിഹരിച്ചു കൊള്ളാമെന്നുള്ള അഫിഡവിറ്റ് സത്യവാങ്മൂലം സഹിതം ESI ഡയറക്ടർ ജനറൽ കൊടുത്തു. ഒരു നടപടിയും 28-ാം തീയതി മുതൽ 3-ാം തീയതി വരെ, ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ഈ 3-ാം തീയതി വരെ ഫയൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ കസ്റ്റഡിയിൽ പിടിച്ചുവെച്ചു. രാത്രി 7:30 ആയപ്പോൾ ഫയൽ സർക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഈ ഫാക്കൽറ്റി അപ്പോയിന്റ് ചെയ്ത് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സ്ഥല സൗകര്യം കണ്ടെത്തി ന്യൂനതകൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഇത് പരിശോധിക്കാമെന്ന നിലയിൽ മറുപടി കൊടുത്തു. ബോധപൂർവമായി സംസ്ഥാന സർക്കാർ 600 കോടി രൂപയുടെ കേന്ദ്ര മൂലധന നിക്ഷേപം വരുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ എയിംസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആശ്രാമം ESI മെഡിക്കൽ കോളേജിന് അനുമതി ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢനീക്കത്തിന് നേതൃത്വം കൊടുത്തു.